ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു കിഴങ്ങും കത്തിരിക്കയും കൊണ്ടൊരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി വെക്കാണ്. ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതൊരു 2 കത്തിരിക്ക ഉണ്ട്, ഇതുപോലത്തെ 2 കത്തിരിക്ക. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഷ്ണങ്ങളാക്കി, ചെറുതാക്കല്, ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ആക്കി റെഡിയാക്കി വെച്ചേക്കണേ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് 3 കിഴങ്ങ്, വലിയ കിഴങ്ങാണ്, അതും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കാം. നമുക്ക് കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കാം. അടുപ്പ് ചൂടാവട്ടെ. നമ്മുടെ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണേ. ഓക്കെ, അത്രയല്ലേ. ഇത് പരന്ന പാത്രമല്ലേ, അന്നേരം അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്ന പോലെ. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്ത്, കാൽ ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് ഒരു 2 കണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിനകത്ത് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിനകത്ത് ഒരു 7-8 വലിയ സാമ്പാർ ഉള്ളിയെ അത് 2ആയിട്ട് കഷ്ണിച്ചിട്ട് അത് ഇട്ട് കൊടുക്കേ. തീ മീഡിയത്തിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കേ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഈ വഴന്ന് വന്ന സവാളയിലോട്ട് ഈ കൊച്ചുള്ളി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടായത് ചേർക്കുന്നേ ഉള്ളേ. ചേർത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനകത്ത് ഒരു 3 കിഴങ്ങ് അരിഞ്ഞ് വെച്ചില്ലേ, അത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതിയേ. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. നമ്മുടെ തീ മീഡിയത്തിൽ തന്നെ കിടക്കാവേ. ഇനി ഇതൊന്ന് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കിഴങ്ങും സവാളയും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇരിക്കട്ടെ. തീ ഒന്നും കൂടെ ഒന്ന് കുറയ്ക്കേ. സിമ്മിലാക്കണ്ട, മീഡിയത്തിനും സിമ്മിനും ഇടയിൽ കിടക്കട്ടെ. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമുക്കിതിന് വേണ്ടിയിട്ടൊരു മസാല ഉണ്ടാകും. അതിക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം നമ്മളെ കറി തോനയില്ല, കുറേ ഇല്ലേ, കാര്യം വലിയ 2 കത്തിരിക്കയും 3 വലിയ കിഴങ്ങുമാണേ. അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ 1.5 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലി എടുത്തിട്ടുണ്ടേ. വറുത്തൊന്നുമല്ല, പച്ചക്കുള്ളതാണ്. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ. കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ നിങ്ങളുടെ എരിക്കനുസരിച്ച് ഏത് മുളക് പൊടി ഇട്ട് കൊടുക്കേ. ഇത് ഞാനൊരു ശകലം ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മുടെ മുളക് പൊടിയും പിന്നെ ജീരകവും മല്ലിയും കൂടെ അരച്ച പേസ്റ്റാണിതേ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി കിഴങ്ങ് നോക്കാം. നമ്മുടെ കിഴങ്ങ് നോക്കാം. കിഴങ്ങൊക്കെ ഒരു പാതിയോളം വെന്തിട്ടുണ്ടേ.
ഇനി ഇതിനകത്ത് നമ്മൾ 2 വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കേ. തീ ഒന്ന് ഇത്തിരി കൂട്ടാം. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടട്ടെ. നമുക്ക് ഇത് തക്കാളി സോഫ്റ്റായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതാണ്ട് ഒരു 4 പച്ചമുളകുണ്ട്. എനിക്കനുസരിച്ച് പച്ചമുളക് ഇട്ടോളൂ. പിന്നെ ഒരു 10-15 വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വരട്ടെ. നമ്മുടെ കിഴങ്ങ് നോക്കേ. അതെ, ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ചതച്ചുകൊണ്ട് വന്ന മസാലയല്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ പച്ചക്കുത്ത്, ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ പച്ചക്കുത്തൊന്ന് മാറി കൊടുക്കണം. ഞാൻ തീ ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്, മീഡിയത്തിലാണ് വെച്ചേക്കുന്നത്. ഇതിലോട്ട് നമ്മളിപ്പോൾ അരച്ചുകൊണ്ട് വന്ന മല്ലിയില്ലേ, മല്ലിയും മുളക് പൊടിയും മല്ലിയും ജീരകവും കൂടെ അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. നമുക്ക് മിക്സർ ജാർ കൈ ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി കവറിപ്പം ചെയ്യേണ്ട കാര്യം, ഇതൊന്ന് മസാല ഒന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. കൊടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ, ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മിക്സിയുടെ ജാറ് കഴിയത് ശകലം വെള്ളം കേട്ടോ, ഒരു തുള്ളി വെള്ളം അത് ഒഴിച്ചു കൊടുക്കേ. ശകലമേ ഒഴിക്കാവുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കുന്ന കത്തിരിക്കയില്ലേ, അതിട്ട് കൊടുക്കാം. നിറച്ച് വെള്ളമുണ്ട്. കാര്യം കത്തിരിക്ക കഴുകി വെള്ളത്തിൽ ഇട്ട് വെക്കാവുള്ളൂ എപ്പോഴും. അതിൻ്റെ കറ പോകണം. കത്തിരിക്ക നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതായത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ ഞാൻ സിമ്മിലിട്ടേക്കാണ് ഇപ്പം. കത്തിരിക്കയ്ക്ക് അധികം വേവില്ല, പെട്ടെന്ന് വെന്തോളും. വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ചുരുങ്ങിക്കോളും. അതുകൊണ്ട് നമ്മുടെ കത്തിരിക്ക എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയ തീയിൽ സിമ്മിൽ കിടന്ന് നമ്മളൊരു കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തില്ലേ, അതും അതിനകത്തുണ്ട്.
ആ വെള്ളമേ ഒഴിക്കാവുള്ളൂ, തോനെ വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ സിമ്മി കിടന്ന് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. കത്തിരിക്ക കിഴങ്ങ് കറി നോക്കിയാലോ. ഇപ്പോൾ നോക്കിയേ, ഒരു ശകലം വെള്ളം, ഒരു തുള്ളി വെള്ളം മിക്സി ഒഴിച്ചു കൊടുത്തതല്ലേ, കണ്ടില്ലേ ഇതിൻ്റെ കരി, ഇതിൻ്റെ ആവിയിൽ വെള്ളം ചെറിയ തീയിൽ ഇപ്പോൾ ഒരു 5-6 മിനിറ്റോളം ആയിട്ടേ. നമുക്ക് നോക്കാം. കത്തിരിക്കയൊക്കെ നല്ല വെന്ത്, അതുകൊണ്ടാണ് കത്തിരിക്ക വലിയ കഷ്ണങ്ങളായിട്ട് കണ്ടിട്ട് കൊടുത്തതെന്ന് പറഞ്ഞത്. നല്ല മണം, ആ ജീരകത്തിൻ്റെ മല്ലിയുടെ ഒക്കെ ഒരു പ്രത്യേക ഒരു മണം. ഞാൻ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ലേ, അല്പം പെരിഞ്ചീരകം ഒന്ന് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. ഓക്കെ, കിഴങ്ങൊന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല, എന്നാൽ വെന്തിട്ടുമുണ്ട്. സൂപ്പർ ടേസ്റ്റിലുള്ളൊരു കറിയാണിത്, കത്തിരിക്ക കിഴങ്ങ് കറി. ഇനി ഇതിനകത്ത് വേറെ ഒരു പണിയുമില്ല. കുറച്ച് മല്ലിയില, ഓക്കെ, കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില എണ്ണ ഇട്ട് കൊടുത്ത് ഇളക്കൽ ഇനി വേണമെങ്കിൽ ഇതെല്ലാം ഉടഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ സൂപ്പർ കറിയായി കഴിക്കാൻ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഈ കറി കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും പിന്നെ ചോറിനൊക്കെ നല്ലൊരു കറിയാണിത്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. എൻ്റെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വർഷം, ഞാനിപ്പോൾ അടുത്ത വർഷമല്ല, അടുത്ത ദിവസം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് വേറെ അങ്ങോട്ടും പറഞ്ഞു വെക്കുന്നില്ല. ഇതിരിക്കാൻ തന്നെ, ഇതിൽ തന്നെ ഇരുന്ന് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. അപ്പോൾ ഓക്കെ, ചപ്പാത്തിക്കും ചോറിനും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കിഴങ്ങ് കത്തിരിക്ക കറിയാണ്. ഒരു പാടുമില്ലാത്ത, ഒരു പ്രയാസവും കൂടാതെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.